തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ 3 അംഗങ്ങളിൽ 2 അംഗങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. MP എന്നുള്ളതിൽ അതിന് ഫോളോ അപ്പ് ഉണ്ടാകാൻ അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡും അതുകൂടാതെ തന്നെ അപ്പുറത്ത് ബൈപ്പാസ് ഞാൻ പറഞ്ഞ ഇതിനൊരു ഫോളോ അപ്പ് ഏറ്റവും ആവശ്യം. ആ ഫോളോ നിരവധി പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ശേഷം അവരുടെ കഴിവുകൾ. നമസ്കാരം. നിയമസഭകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ LDFന് സമ്പൂർണ്ണ ആധിപത്യമുള്ളൊരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. പാർലമെന്റിലേക്ക് എന്നാൽ നറുക്ക് വീണത് കോൺഗ്രസിന്റെ അടൂർ പ്രകാശിനായിരുന്നു. മിക്കപ്പോഴും CPMനൊപ്പമാണ് ഈ മണ്ഡലം നിലനിന്നിരുന്നത്. 2019 സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ ഒരു വിജയം ഉണ്ടായിരുന്നത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാകും, ഈ വിജയം നിലനിർത്താൻ എന്തൊക്കെയായിരിക്കും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് MP-യുടെ പ്രവർത്തനങ്ങളെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, എന്തൊക്കെയാണ് ഈ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഭരണകക്ഷിയായിരിക്കുന്ന LDFനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരവരുടെ ഭരണ നേട്ടങ്ങളായിരിക്കും മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ MP ചെയ്യാതെ പോയ കാര്യങ്ങൾ എടുത്തു പറയുമോ, അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായി ആരായിരിക്കും ആറ്റിങ്ങലിലെത്തുക. പാർട്ടിക്ക് നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലം പിടിക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തിറക്കുകയാണ് CPM. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ ജോയിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനം, നേതൃപാടവം എന്നിവ തന്നെയാണ് ജോയിയെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം. ജില്ലാ നേതൃത്വത്തിൽ ചില തർക്കങ്ങളും പക്ഷപാതിത്വവുമെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് ജോയ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. പോഷക സംഘടനകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. തെറ്റായ പ്രവണതകൾക്കെതിരെ കർശന നടപടികൾ എടുത്തപ്പോഴും ഒരു പക്ഷത്തിൻ്റെയും ഭാഗമായില്ല. കഴിഞ്ഞ ജനുവരിയിലാണ് ജോയ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. അതിനു മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന സമിതി അംഗവുമായി. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വർഷങ്ങളായി വ്യക്തിബന്ധമുള്ള നേതാവ് കൂടിയാണ് ജോയ്. തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ 3 അംഗങ്ങളിൽ 2 അംഗങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ജില്ലയിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഈ 4 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തും കോൺഗ്രസും ബി.ജെ.പിയുമായിട്ട് വലിയ ബന്ധത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ബി.ജെ.പി പതുങ്ങുകയാണ് കോൺഗ്രസിനു വേണ്ടി, എന്നാൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ബി.ജെ.പിക്ക് വേണ്ടി പതുങ്ങുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന ശക്തമായ സൂചന നേരത്തെ നൽകിയിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മത്സരിക്കുന്നത് എവിടെയാണെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കുറച്ചുനാളായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെത്തുന്ന അദ്ദേഹം മണ്ഡലത്തിലെ വലുതും ചെറുതുമായ എല്ലാ പരിപാടികളിലും പങ്കെടുത്തു വരുന്നുമുണ്ട്. അതേസമയം ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ട് മുരളീധരൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ പാർട്ടി നിശ്ചയിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ജൂലൈ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ അടൂർ പ്രകാശാണ് നിലവിൽ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ A സമ്പത്തിൽ നിന്ന് അടൂർ പ്രകാശും മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. മൂന്നാമതുള്ള ശോഭാ സുരേന്ദ്രൻ ഇവിടെ 2,48,000 വോട്ടുകൾ നേടിയിരുന്നു. തൊട്ടു മുൻവർഷം 4% BJPക്ക് വോട്ട് വിഹിതം
മാത്രമുണ്ടായിരുന്നിടത്താണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വത്തോടെ 14.43% വർദ്ധിച്ചത്. ഒരു വർഷക്കാലം 2019 പാർലമെന്റ് അംഗമായി ഇവിടെ തെരഞ്ഞെടുത്തുവെങ്കിലും അവിടെ പാർലമെന്റ് കൂടിയെങ്കിൽ മാത്രമേ പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ അവിടെ ചുമതല സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കാലാവധി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, 3A നോട്ടിഫിക്കേഷനിലേക്ക് പുതിയതായി പോകാം. ആ പുതിയതായി പോയി അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് 3D നോട്ടിഫിക്കേഷനിലേക്ക് കടന്നു വരണം. അതിന് MP എന്നുള്ള നിലയിൽ അതിന് ഫോളോ അപ്പ് ഉണ്ടാകാൻ അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡും അതുകൂടാതെ തന്നെ അപ്പുറത്ത് ബൈപ്പാസ് പറ്റുന്നത്. ഞാൻ പറഞ്ഞ ഇതിനൊരു ഫോളോ അപ്പ് ഏറ്റവും ആവശ്യം. ആ ഫോളോ അപ്പ് ഏറ്റവും ആവശ്യം ചിന്താപേക്ഷമാണ്. ഇവിടെയുള്ള സംഭവം എന്താണ്?